ഫ്രണ്ടി പാക്കേജ് ചരിത്ര വഴികളിലൂടെ brought to you by ഫ്രണ്ടി പാക്കേജ് ഉപയോഗിക്കൂ. സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് വിളിക്കൂ. 8 റിയാൽ, 17 റിയാൽ, 43 റിയാൽ പാക്കേജുകൾ. സൗദിയിലെ കാഫ് മലയും പരിസര പ്രദേശങ്ങളും പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ഓട്ടോമൻ ഭരണാധികാരികൾക്ക് കീഴിലുള്ള പ്രദേശമായിരുന്നു കാഫ്. ആ നാട്ടുരാജ്യവും കൊട്ടാരവും പരിസരത്തെ പുരാതന കെട്ടിടങ്ങളും ഉൾപ്പെടുന്നതാകും പദ്ധതി. അൽഖുറയ്യാത്തിലെത്താൻ 24 കിലോമീറ്റർ മുന്നെയാണ് കാഫ് മല. അവിടെ എത്താൻ നേരം സമാനമായ നിരവധി മലകൾ കാണാം. അതിൽ നിന്നും കാഫ് മലനിരകളിലെ പ്രധാന മലയായ സെയ്ദിയാണ് കാഫ് മലയെന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒട്ടോമൻ ഭരണാധികാരികൾക്ക് കീഴിലുള്ള പ്രദേശമായിരുന്നു കാഫ്. അവർക്ക് കപ്പം കൊടുത്ത് നിലനിന്നിരുന്ന നാട്ടുരാജ്യം. 1920 അവിടുത്തെ അവസാന നാട്ടുരാജാവ് നവാബ് ഇബ്നു ഷഹ്ലാനായിരുന്നു. 1932 സൗദി അറേബ്യ രൂപീകരിച്ചപ്പോൾ ഷഹ്ലാൻ മാതൃരാജ്യമായ സിറിയയിലേക്ക് മടങ്ങി. ചിലരൊഴികെ ബാക്കിയുള്ളവരെല്ലാം ആ ഗ്രാമത്തിൽ നിന്ന് മടങ്ങി. ബാക്കിയുള്ളവർ ഇവിടെ തന്നെ കൃഷിയും കച്ചവടവുമായി തുടർന്നു. ഷഹ്ലാന്റെ കൊട്ടാരം ഇവിടെ പുതുക്കിപ്പണിത് ഇന്നുമുണ്ട്. ഇന്ന് ചുറ്റുവേലി തീർത്ത് സംരക്ഷിത ടൂറിസ കേന്ദ്രമായി കാഫ് നിലകൊള്ളുന്നു. ജോർദാൻ, സിറിയ, ലബനാൻ, ഇറാഖിന്റെ ഒരു ഭാഗം എന്നിവ വഴിയുള്ള പ്രധാന കച്ചവട മാർഗം കാഫ് വഴിയായിരുന്നു. സഞ്ചാരികൾ, മക്കയിലേക്കുള്ള തീർത്ഥാടകർ, കച്ചവട സംഘങ്ങൾ എന്നിവരുടെയൊക്കെ ഇടത്താവളം. കൊടും ചൂടിൽ കറുത്തുപോയ മലയ്ക്ക് മുകളിൽ യാത്രാ സംഘങ്ങളെ നിരീക്ഷിക്കാനുള്ള സൗകര്യം അക്കാലത്തുണ്ടായിരുന്നു. യാത്രാ സംഘങ്ങൾ അവർക്ക് പിറകെ വരുന്ന ഇതര കച്ചവട സംഘങ്ങളെയും കാത്തിരുന്നത് ഇവിടെയാണ്. അവിടെ യാത്രക്കാരെ സ്വീകരിക്കാൻ കാഫ് ഗ്രാമത്തിലെ ജനങ്ങളുണ്ടാകും. കാഫ് കഴിഞ്ഞാൽ പിന്നെ നുഫൂദ് മരുഭൂമിയും കടന്ന് ദൊമാത്തുൽ ജന്തലും തൈമയും വഴി ഇന്നത്തെ മദീന നിലകൊള്ളുന്ന ഹിജാസിലേക്കാണ് യാത്രാ സംഘങ്ങളും തീർത്ഥാടകരും നീങ്ങുക. മീഡിയ 1, അൽ ജൗഫ്.